ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പിന്നെയും മഴയും കാലാവസ്ഥയൊക്കെ മാറി. അപ്പോൾ രാവിലെ അത് കണ്ട മഴക്കോള് തന്നെയാണ്. ഇനിയിപ്പോൾ നോക്കിയോ, ഇപ്പം മഴയൊന്നും പെയ്തില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേനും മഴയൊക്കെ പെയ്യും. പിന്നെ ഞാൻ നേരെ മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് എന്ത് കൊടുത്തു വിടണമെന്നുള്ളതൊന്നും ഒരു ഉദ്ദേശം ഇല്ലാതാണ് ഇന്നലെ കിടന്നത് കേട്ടോ. അപ്പോൾ മാവ് അരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നെങ്കിൽ ദോശ ഇഡലിയോ അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കണമെങ്കിൽ ചോറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ കിടന്നുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും തേങ്ങ തിരുമ്മി വെക്കലോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ച് 2 ദിവസമായിട്ട് ചോറൊന്നും കൊടുത്തു വിട്ടില്ലായിരുന്നു. ഇതുപോലെ ദോശയോ ഇഡലിയോ അങ്ങനെയൊക്കെ കൊടുത്തു വിട്ടെ. അപ്പോൾ ഇന്നങ്ങ് ചോറ് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് ആദ്യമേ അരി ഇട്ട് കേട്ടോ. അരിയൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് പണ്ട് പോലെ എനിക്കിഷ്ടമുള്ള സാധനമാണ്. പിന്നെ കേശപ്പനും ഇഷ്ടമാണ് കേട്ടോ. വെറുതെയൊക്കെ ഇങ്ങനെ ആ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പെറുക്കിയൊക്കെ കഴിച്ചോളും. അങ്ങനെ അത് പെട്ടെന്നാക്കി വെച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഇളക്കി അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആവശ്യത്തിന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതേ കുറച്ച് പരിപ്പിരിപ്പുണ്ട്, അതിനെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ തേങ്ങയൊന്നും തിരുമ്മി വെക്കാത്തതുകൊണ്ട് സാധാ പരിപ്പ് കറി വെക്കാമെന്ന് വിചാരിച്ച് വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് വെക്കുന്നേ. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദാല് കറി ഉണ്ടല്ലോ, അപ്പോൾ അത് വെക്കുന്നത് നമ്മുടെ ചുമന്ന പരിപ്പാണ്. ഇതിപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പാണ് കേട്ടോ. ഇതിലും വെക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, എളുപ്പമാണല്ലോ. അങ്ങനെ പരിപ്പ് കറിയും കുറച്ച് മെഴുക്കുവരട്ടിയും ഒരു മുട്ട എന്തെങ്കിലും പൊരിച്ച് കൊടുക്കാം, പിന്നെ തൈര് ഇരിപ്പുണ്ട് എന്ന് വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരു പ്ലാനിങ് ഇല്ലാതെ കിടന്നാലും എന്തൊക്കെയാണെന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നി വരുമല്ലോ, ഇന്ന എന്തെങ്കിലുമൊക്കെ വെക്കാം. അങ്ങനെ പെട്ടെന്ന് തോന്നിയ ഐറ്റംസാണ് ഇതൊക്കെ കേട്ടോ. ഇങ്ങനെ അതിനെ അങ്ങ് വെച്ച് മാവിൻ്റെ അടുത്ത് വെളി വെച്ചിട്ടുണ്ടല്ലോ. മാവിന് എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്, അപ്പോൾ അതും കൂട്ടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ ആക്കിയത്. അങ്ങനെ കുക്കറിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ജീരകവും കൂടെ പൊട്ടിയതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ചതച്ച് തക്കാളിയും പച്ചമുളക് പിന്നെ കുറച്ചേ ഞാൻ ഇട്ടുള്ളേ. നമ്മുടെ ആവശ്യത്തിനൊക്കെ എരി ഇടാം. പിന്നെ കേശപ്പനോട് കൊണ്ടുകൊണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമുളകേ ഇട്ട് കൊടുത്തുള്ളൂ. എരിക്ക് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടിയോ മല്ലിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ. നമ്മളിത് ചപ്പാത്തിക്ക് ഇങ്ങനെ കുറുകി എടുക്കും. ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴട്ടൊന്നും വേണ്ട, നമ്മളിതിപ്പം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2-3-4 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു പരിപ്പ് കറിയും റെഡിയാവും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കടുക് ഇറക്കിയ കാര്യമൊന്നും ചെയ്യണ്ട. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കട്ടനൊക്കെ ഇട്ട് കേട്ടോ. അപ്പം ഈ ചോറൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചാൽ പരിപ്പ് കറി റെഡിയാവും. ഇതിനിടയ്ക്ക് മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വേകുമല്ലോ അടച്ച് വെക്കുമ്പോൾ തന്നെ. വെള്ളമൊന്നും ഒഴിക്കാത്ത രീതിയിലാണ് ഞാൻ മെഴുക്കുവരട്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങിനെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മെഴുക്കുവരട്ടി റെഡിയാവും. പണ്ട് മുതലേ എനിക്ക് പൊതിച്ചോറിനകത്ത് സ്കൂളിൽ കൊണ്ടുപോകുന്ന ആയാലും അല്ലാതെ നമ്മൾ പൊതിച്ചോറിലൊക്കെ ഇഷ്ടപ്പെട്ട എന്താ പറയുന്ന ഒന്നാമത്തെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ്. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചമ്മന്തി മാത്രം മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടോ മെഴുക്കുവരട്ടി കഷ്ണമെല്ലാം വെന്ത് ഇനി ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പരിപ്പ് കറി ആയിട്ടുണ്ട്. ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി തീ കുറച്ചിട്ടിട്ട് അത് തവി എടുത്ത് വെച്ചിട്ട് അടപ്പ് വെക്കുക. അല്ലെങ്കിൽ ചോറിൻ്റെ പുറത്തൂടെ ഈ കലത്തിൻ്റെ പുറത്തൂടെ വെള്ളമെല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മെഴുക്കുവരട്ടി ആവുന്നു. നമ്മുടെ പരിപ്പ് കറി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചേ വെച്ചിട്ടുള്ളത്. മെഴുക്കുവരട്ടി മൂപ്പിച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് കട്ടനൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ എല്ലാം ആയതിനു ശേഷം നിന്ന് കുടിക്കുന്നത് കേട്ടോ. സമാധാനത്തിൽ നിന്ന് കുടിക്കാമല്ലോ. അപ്പോൾ രാവിലത്തെ കുക്കിംഗ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കമൻറ്റ് ചെയ്യാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.